ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു ഗൈസ്. 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇജ്ജാതി 8ൻ്റെ പണി ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം രാവിലെ 9 മണിക്ക് തന്നെ ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് 5 കിലോ കുഴലപ്പം ഉണ്ടാക്കാനുണ്ടായിന്. പിന്നെ വേറെയും എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിന്. ഞാൻ കുഴലപ്പത്തിൻ്റെ പണി എടുത്തിട്ട് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് പരത്താനും അത് കോട്ടിയെടുക്കാനൊക്കെ അങ്ങനെ ഫുള്ളും ഞാൻ പരത്തിയിട്ട് കോട്ടിയിട്ട് അവിടെ നിരത്തി വെച്ച് പിന്നെ വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ പരത്തിയിട്ട് കോട്ടി റെഡിയാക്കിയിട്ട് കഴിഞ്ഞത്. അതിന് ശേഷം ഞാൻ പിന്നെ കേക്കിന് കുഴച്ച് വെക്കാനുണ്ടായിന്. കുറച്ച് കേക്ക് ഉണ്ടായിട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് കുഴച്ചെടുത്തിട്ടില്ല. അങ്ങനെ അത് അവിടെ കുഴച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ ളുഹർ നിസ്കാരവും അസർ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ തീ പറ്റിച്ചിട്ട് നമ്മുടെ കുഴലപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ഉച്ചക്ക് ചോറ് വരെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് അടുപ്പിന് തീ പറ്റിച്ച് വലിയ ഉരുളി തന്നെ വെച്ച് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ തീ പറ്റിച്ച് കഴിയലും പിന്നെ നല്ല ഇടിയും മഴയും ഒക്കെ വന്നു. പിന്നെ തീയാണെങ്കിൽ നല്ലോണം കത്തിയും ചെയ്തിട്ട് അതിലിട്ടതൊക്കെ കരിഞ്ഞ് പിന്നെ ഞാൻ ഈ പരത്തി വെച്ചിട്ടില്ല രാവിലെ, ആ പരത്തി വെച്ചത് ഇന്ന് പിന്നെ കുഴച്ചെടുക്കുമ്പം തന്നെ കുറച്ചൊന്ന് ലൂസായി പോയിന് കുഴച്ച മാവ്. അതുകൊണ്ട് പരത്താനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേങ്കിൽ അത് ഇതുപോലെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെ ഫുള്ള് ഒട്ടിപ്പിടിച്ചിട്ട് എന്തിന് പറയുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത പണി ഫുള്ള് ഫ്ലോപ്പായി. എന്നിട്ട് ആകെ മൂടൊക്കെ പോയി. പിന്നെ ഇടിയും മഴയെന്നെല്ലാം പറഞ്ഞാൽ മിന്നു. പിന്നെ പുറത്തുനിന്ന് ഞാനെല്ലാം വാരിക്കെട്ടി ഉള്ളിലേക്ക് ഓടിക്കയറി. അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കുഴലപ്പം ബാക്കിയുള്ളത് എങ്ങനെയല്ലോ ഓളോട് എടുത്തു തരാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓള് ഫുള്ള് വലിച്ച് ഇതാക്കിയിട്ട് എടുക്കാൻ വേണ്ടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്യാസും വെച്ചിട്ട് ഞാൻ തന്നെ ശ്രമിച്ചിട്ട് കുറേശ്ശെ ആയിട്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് എടുത്തിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി 5 കിലോന് ഉണ്ടാവുമോ ഒന്നും അറിയില്ല. ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച സാധനമാണ്. അവർക്ക് പ്രശ്നമില്ല, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നാൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഇന്ന് കൊടുത്ത് ഒഴിവാക്കാൻ നാളെ വേറെ ഓർഡർ ഉണ്ട്, അങ്ങനെ മറ്റന്നാൾ ഓർഡർ ഉണ്ട്, അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തെടുത്തത്. പക്ഷേങ്കിൽ എല്ലാം എന്തെല്ലോ ആയിപ്പോയി. പിന്നെ കറണ്ടും ഇല്ല, ഇടിയും മിന്നും മഴയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ സങ്കട ദേഷ്യ കരച്ചില എന്തെന്നാന്ന് എനിക്ക് തിരിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ മുതൽ നിന്ന് പണിയെടുത്തതല്ലേ, ചോറ് വരെ കഴിക്കാണ്ട് ഞാൻ പണിയെടുത്തിട്ട് ലാസ്റ്റ് ഇതേ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആർക്കായാലും ഉണ്ടാവില്ലേ സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. അങ്ങനെ അതൊക്കെ ഞാൻ ഏകദേശം ഒപ്പിച്ചെങ്ങളോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി രാവിലെ തൂക്കി നോക്കിയാലേ അറിയൂ 5 കിലോനൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അവിടെ പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറണ്ട് വന്നിട്ടൊന്നുമില്ല. ഞാൻ ഫോണിൽ തന്നെ ഫ്ലാഷ് അടിച്ചിട്ട് ഇങ്ങനെ നോക്കിയതാണ്. മറ്റേ ബ്രെഡ് സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കേക്കും ഞാൻ കുഴലപ്പൊക്കെ ഇട്ടെടുത്തതിന് ശേഷം കേക്കും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. കേക്ക് അത്ര ഉണ്ടായിട്ട് 1 കിലോ കേക്കേ വേണ്ടും. അപ്പോൾ പിന്നെ കുറച്ചേ ഉണ്ടായിട്ടില്ലോ. ഇതുപോലെ ബാക്കി കുഴലപ്പം ഞാൻ പരത്തി കോട്ടി വെച്ചതാണിത്. ഇത് കണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ വീണ്ടും ഉരുട്ടി അവിടെ വെച്ചതാണ്. എന്ത് പറയണ്ട, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ കറണ്ടും കൂടി ഇല്ലാണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കൽ തന്നെ. ഫസ്റ്റ് ചുട്ടെടുത്തതിൻ്റെ കോലമൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഫുള്ള് കരിഞ്ഞിട്ടും ഉണ്ട്. പിന്നെ കരിഞ്ഞത് മാത്രമല്ല ഫുൾ അട്ടിക്ക് കുഴലപ്പത്തിൻ്റെ ഷേപ്പൊന്നുമല്ല, ഫുള്ള് ഇങ്ങനെ കുഴച്ച് വാരി വലിച്ചിട്ട് ഇങ്ങനെ എടുത്ത പോലെ അങ്ങനത്തെ ഒരു ഷേപ്പിലും ഫുള്ള് ഇതങ്ങനെ ആയിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഗ്യാസും വന്ന് ചുട്ടത് നല്ല പോലെ റെഡിയാക്കി കിട്ടിയത് കുറച്ചുണ്ട്, അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഇത്ര ഡാർക്കായിട്ടില്ല ഇത് നല്ല വാങ്ങിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇന്നലെ ഇട്ട വീഡിയോയിൽ പിന്നെ എനിക്ക് എന്താന്ന് പിന്നെ പ്രോബ്ലം ഉണ്ടായതൊന്നും പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നതിനെക്കുറിച്ചും അതൊക്കെ പറയണം എന്നിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറയാട്ടോ. ഇന്നത്തെ അവസ്ഥ ഇതൊക്കെയാണ്. പുഴയെക്കൊണ്ട് മൂത്താപ്പാൻ്റെ മോള് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളെ തെങ്ങുണ്ട് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് വീണിട്ടിണെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ ഷീറ്റ് ഇട്ടതാണ് ആ വീട്ടിൻ്റെ മുറ്റത്ത്. എത്ര വിഷമം ഉണ്ടാവും അവർക്ക്. ഷീറ്റ് ഇട്ട പിറ്റേന്ന് തന്നെ തെങ്ങ് പൊരിഞ്ഞിട്ട് അവരെ ഷീറ്റിൻ്റെ മുകളിലേക്കും കൂടി വീണ് അവരെ വാർപ്പിൻ്റെ മേലേക്കും വീണ്. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഫുള്ള് നല്ല മഴയും ഇടിയും മിന്നും അതിൻ്റെ കൂടെ ഇതാ നമ്മുടെ പോസ്റ്റും കൂടെ വീണിട്ടുണ്ട്.
അതിൻ്റെ നമ്മളെ ഇപ്പുറത്തെ വീട്ടിലെ തെങ്ങ് റോഡിൻ്റെ മുകളിലേക്ക് വീണിട്ട് നമ്മളെ ഭാഗത്തേക്ക് വീണിട്ട് പിന്നെ പോസ്റ്റിന് വന്നിട്ട് പോസ്റ്റും ഒക്കെ പൊട്ടി പാണീസായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒത്തുകൂടിയിട്ടുണ്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ലേ. ആരും ഒത്തുപിടിച്ചിട്ടും കാര്യമില്ല. കറണ്ട് എന്തായാലും ഇന്ന് വരില്ല. കറണ്ട് ഇനി നാളെ വരും. അവരൊക്കെ വന്നിട്ട് ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ഫയർഫോഴ്സിനെ വിളിക്കുന്നുണ്ട്. എല്ലാം മൊത്തം എല്ലാ സ്ഥലത്തും പൊട്ടി വീണിട്ടുമുണ്ട്. അങ്ങനെ ഇതാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുപിടിച്ചിട്ട് അതിനെ ഒന്ന് ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളും വീണ്ടും വരുന്നതുവരേക്കും ബൈ.